അമ്മേ, എൻ്റെ അമ്മേനെ ഇങ്ങ് കൊണ്ടുവരുന്ന കാര്യം. എടി, ഞാൻ പറയുന്നതൊക്കെ നിന്റെ തലയിലോട്ടല്ലേ കയറുന്നത്? നിന്റെ തലയിൽ എന്താ കളിമണ്ണ് നിറച്ചു വെച്ചിരിക്കുക? നിന്റെ അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് നോക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പിന്നെ നീ എന്തിനാ അവനോട് പറഞ്ഞ് സമ്മതം മേടിച്ചത്? അതൊന്നും ഇവിടെ നടക്കത്തില്ല. എന്തായാലും നിന്റെ അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താമെന്ന് നീ സ്വപ്നം കാണണ്ട. അമ്മയുടെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് മകളായ ഞാനല്ലേ കൂടെ നിൽക്കേണ്ടത്? ഞാൻ വീട്ടിൽ പോയി നിൽക്കാമെന്ന് പറഞ്ഞാൽ അതും സമ്മതിക്കത്തില്ല. അമ്മേനെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിർത്താമെന്ന് പറഞ്ഞാൽ അതും പറ്റില്ല. നിന്റെ ചിറ്റയുടെ മോളോ ആരൊക്കെയല്ലേ നോക്കുന്നത്? അവർ നോക്കുമല്ലോ, പിന്നെന്താ? സ്വന്തം മകളുള്ളപ്പം അവരെ കൊണ്ടൊക്കെ എങ്ങനെയാ നോക്കിപ്പിക്കുന്നത്? അവരെന്ത് വിചാരിക്കും? അതൊക്കെ മോശമല്ലേ? അവരൊന്നും വിചാരിക്കാനൊന്നും പോണില്ല. നിന്റെ അമ്മേനെ നോക്കിയതിന് നീ അവർക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി. അതിനുവേണ്ടി ഇപ്പം നീ ഇവിടുന്ന് പോകുമോ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ ഒന്നും ചെയ്യണ്ട. ഹലോ, ലിനിയുടെ അമ്മ മരിച്ചു. ഇന്ന് രാവിലെയായിരുന്നു. അവക്കൊന്ന് കൊടുക്കാവോ? നിനക്ക് ഫോണുണ്ട്. ആരാമ്മേ? ഹലോ അമ്മ. അറിഞ്ഞോ, എൻ്റെ അമ്മ പോയി. അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അമ്മേനെ ഒന്ന് നോക്കാനോ അമ്മയുടെ കൂടെ നിൽക്കാനോ എനിക്ക് പറ്റിയില്ല. എല്ലാത്തിനും കാരണം നിങ്ങളാ. നിങ്ങളുടെ വാശി. നിങ്ങളിപ്പോൾ ജയിച്ചോ? എന്തിനാ ഇങ്ങനെ ദുഷ്ട മനസ്സും വെച്ചുകൊണ്ട് ജീവിക്കുന്നത്? ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ നിന്നിരുന്നെങ്കിൽ കുറച്ച് നാൾ കൂടി എനിക്ക് എൻ്റെ അമ്മേനെ കാണാമായിരുന്നു.